യാക്കോബായ സഭയുടെ ശ്രേഷ്ഠ കാത്തോലിക്ക ആബൂൻമോർ ബസേലിയോസ് ജോസഫ് ബാവ തിരുമേനിക്ക് വിശ്വാസികളുടെയും പൗരാവലിയുടെയും നേതൃത്വത്തിൽ കൂത്താട്ടുകുളത്ത് സ്വീകരണം നൽകി. സഭാമക്കളുടെ വിശ്വാസ തീഷ്ണതയുടെയും അർപ്പണ മനോഭാവത്തിന്റെയും ഫലമായി നഷ്ടപ്പെട്ട പള്ളികൾ ഒന്നൊന്നായി പുനർനിർമ്മിച്ച് മലങ്കര മക്കൾ ഗമനക്കാരനായ കൂത്താട്ടുകുളത്തിന്റെ നഗര ഹൃദയത്തിലൂടെ ഈ വഴിത്താരയിലൂടെ കടന്നു വരികയാണ്. പിന്നിട്ട വഴിത്താരകളിൽ എണ്ണിയാലൊടുങ്ങാത്ത സ്വീകരണ കേന്ദ്രങ്ങളിലും പാതയോരങ്ങളിലും കാത്തുനിന്ന ആയിരങ്ങൾക്ക് അനുഗ്രഹ വർഷം ജനിഞ്ഞുകൊണ്ട് യാക്കോബായ സുറിയാനി സഭയുടെ നവാഭിഷിക്തനായ ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് ബാവ തിരുമേനി കൂത്താട്ടുകുളത്തിന്റെ നഗര ഹൃദയത്തിലൂടെ കൗൺസിൽ അംഗങ്ങൾ സഭാ മാനേജിംഗ് തുടർന്ന് കൂത്താട്ടുകുളം KT ജേക്കബ് മെമ്മോറിയൽ ടൗൺ ഹാളിൽ നടന്ന അനുമോദന സമ്മേളനം മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അനുമോദന സമ്മേളനത്തിൽ കണ്ടനാട് ഭദ്രാസന മെത്രോപോലിത്ത അഭിവന്ദ്യ ഡോക്ടർ മാത്യൂസ് മാർ ഇവാനിയോസ് തിരുമേനി അധ്യക്ഷത വഹിച്ചു. പാലാ രൂപതാ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കല്ലറങ്ങാട് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ശ്രേഷ്ഠ ബാവയ്ക്ക് കൂത്താട്ടുകുളം മേഖലയുടെ പ്രത്യേക ഉപഹാരം സമർപ്പിച്ചു. വിവിധ മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ ശ്രേഷ്ഠ ബാവ ആദരിച്ചു. ജോസ് കെ മാണി MP, അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് MLA, അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ MLA, കൂത്താട്ടുകുളം നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവൻ, മൂവാറ്റുപുഴ NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് R. ശ്യാംദാസ്, SNDP യൂണിയൻ സെക്രട്ടറി സത്യൻ ചേരിക്കാവാഴയിൽ, സഭാ വൈദിക ട്രസ്റ്റി ഫാദർ റോയ് ജോർജ് കട്ടച്ചിറ, സഭാ സെക്രട്ടറി ജേക്കബ് C. മാത്യു, കമാൻഡർ KA തോമസ്, ഫാദർ പോൾ തോമസ് P. ചിയിൽ, ഫാദർ മാത്യു കരീത്തറ, മാർത്തമറിയം മുൻ സെക്രട്ടറി അമ്മിണി മാത്യു എന്നിവർ അനുമോദിച്ചു. കമാൻഡർ KA തോമസ് സ്വാഗതവും അഡ്വക്കേറ്റ് പീറ്റർ K. ഏലിയാസ് നന്ദിയും പറഞ്ഞു. ബസേലിയോസ് ജോസഫ് തിരുമേനിക്ക് ഞാനും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ലത്തീൻ ഭാഷയിലും മുമ്പിൽ നിൽക്കുന്നവൻ എന്നാണ് അർത്ഥം. സംസ്കൃതത്തിലും മുന്നിൽ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് പൗരോഹിത്യൻ അല്ലെങ്കിൽ പുരോഹിത എന്നുള്ളതിൻ്റെയും അർത്ഥമെല്ലാം വരുന്നത്. മുമ്പിൽ ആയിരിക്കുന്നവർ ആണ്. മുമ്പിലായിരിക്കുക എന്ന് പറഞ്ഞാൽ നേതൃത്വം നൽകുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ആ നേതൃത്വത്തിൻ്റെ ഒരു വലിയ ചുമതലയിലേക്കാണ് ആദരണീയനായ ബസേലിയോസ് ജോസഫ് ബാവ തിരുമേനി ഇപ്പോൾ പദമൂന്നി നിൽക്കുന്നത്. അതൊരു വലിയ ഉത്തരവാദിത്വമാണ്. കർത്താവിന് പുരോഹിതന്മാരായി ശുശ്രൂഷ ചെയ്യുന്നതിന് അഹ്റോനെയും പുത്രന്മാരെയും വേർതിരിച്ചവർക്ക് വിശുദ്ധ വസ്ത്രങ്ങളെല്ലാം നൽകി. മോശയാണ് അവരെ നിയോഗിച്ച് അതിനായി വിളിച്ച് നിയോഗിച്ചത്. അതുകൊണ്ട് പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ അതൊരു ശുശ്രൂഷയാണ്. ആ പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷ എന്നത് പുരോഹിതന് വേണ്ടിയുള്ള ഒരു ശുശ്രൂഷയല്ല. പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുക, ദേവാലയ കേന്ദ്രീകൃതമായിരിക്കുന്ന ജീവിതം നയിക്കുക, ദേവാലയത്തെ സൂക്ഷിക്കുക, ജനത്തിൻ്റെ വിശുദ്ധീകരണം സാധിക്കുക, ഇവയെല്ലാം പുരോഹിതൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വങ്ങളായി പറയുന്നുണ്ട്. ദൈവേഷ്ടം ജനത്തെ എല്ലാം അറിയിക്കുക, അതും അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയുന്നുണ്ട്.
ജനത്തിൻ്റെ വിശുദ്ധീകരണം എന്നുള്ളതാണ് ഏറ്റവും പ്രമുഖമായ ഒരു കാര്യം. ആ ജനത്തിൻ്റെ വിശുദ്ധീകരണം എന്ന ഒരു വലിയ ഉത്തരവാദിത്തമാണ്, ഒരു ധർമ്മമാണ് ബസേലിയസ് ജോസഫ് ബാവ തിരുമേനി ഏറ്റവും ഒരു ശ്രേഷ്ഠ പുരോഹിതൻ എന്ന നടത്തിയാലും ഇത് അവസാനിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ദൈവസ്നേഹത്തിലേക്ക് തിരിച്ചു വരണം. അതാണ് ഇവിടെ അഭിമന്യ തിരുമേനിയും പറഞ്ഞത്. ആ സ്നേഹത്തിലൂടെ നമുക്ക് ഒന്നിച്ചു പോകുവാനായിട്ട് സാധിക്കും. അവിടെ പരസ്പരമുള്ള സഹായത്തോടും പരസ്പരമുള്ള സ്നേഹത്തോടും ആദരവോടും പരസ്പരം ബഹുമാനിച്ചും ആദരവോടുകൂടി സഹോദരങ്ങളെ പോലെ കത്തോലിക്ക സഭയും മാർത്തോമാ സഭയും CSI സഭയും എല്ലാ സഭകളുമായിട്ട് എത്ര വലിയ ബന്ധത്തിലാണ് സുറിയാനി സഭ മുൻപോട്ട് പോകുന്നത്. അഭിമന്യ പിതാവായ കല്ലറങ്ങാട്ട് പിതാവിന്റെ പ്രസംഗം നമ്മൾ കേട്ടില്ല. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നുമുള്ളതായ വാക്കുകളാണ് നമ്മൾ ഇവിടെ കേട്ടത്. അങ്ങനെയാണ് എല്ലാ സഭകളും നമ്മെ കാണുന്നത്. പ്രിയമുള്ള വാത്സല്യ ദൈവമക്കളെ, നമ്മൾ ഒറ്റയ്ക്കല്ല, ദൈവം നമ്മുടെ കൂടെയുണ്ട്, ഈ സഭകൾ നമ്മുടെ കൂടെയുണ്ട്, ഇവിടെയുള്ള കേരളത്തിലെ മുഴുവൻ സമൂഹം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ദൈവം ഇതിനെ എൻ്റെ ബലഹീനതയിലൂടെ, ഈ പരിശുദ്ധ സഭയെ എൻ്റെ മുൻഗാമികളുടെ മധ്യസ്ഥതയിലൂടെ, പ്രാർത്ഥനയിലൂടെ, എനിക്ക് തൊട്ടുമുന്നമേ ആയിരുന്ന പരിശുദ്ധ പുണ്യശ്ലോകനായ തോമസ് പ്രഥമൻ ബാവായുടെ അനുഗ്രഹത്തിലൂടെ, പൗലോസ് രണ്ടാമൻ ബാവായുടെ അനുഗ്രഹത്തിലൂടെ ഈ സഭയെ എവിടെയെങ്കിലും എത്തിക്കുവാൻ, ശാശ്വതമായ തീരത്തണയുവാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും കണ്ണുനീരും കൂടെ ഉള്ളിടത്തോളം കാലം അനധിവിദൂരതയിൽ തന്നെ അത് സാധിച്ചെടുക്കാമെന്നുള്ളതായ പ്രാർത്ഥനയോട് തന്നെയാണ് മുൻപോട്ട് പോകുന്നത്. നമുക്ക് ദൈവസന്നിധിയിൽ വിനയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാം നഷ്ടപ്പെടുമ്പോഴും ഒന്ന് മാത്രമേ ഈ പ്രിയപ്പെട്ട മക്കൾക്ക് ചേർത്ത് വെക്കുവാനുള്ളൂ. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനവും അല്ലെങ്കിൽ സഭയും നമ്മൾ ആ ബന്ധത്തിനൊരു പോറലേൽപ്പിക്കുവാൻ നമ്മൾ ആരും തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ നഷ്ടങ്ങളെല്ലാം സഹിക്കുമ്പോഴും നെഞ്ചോട് ചേർത്ത് വെച്ച് ഈ വിശ്വാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ഈ യാത്ര നമ്മൾ തുടരുന്നത്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മറ്റൊരു ശക്തിക്ക് നമ്മെ കീഴ്പ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല. ഒരു പക്ഷേങ്കിൽ മനുഷ്യന്റെ കണ്ണിലുള്ള ഭൗതികമായിട്ടുള്ള പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോയതിരിക്കാം. പക്ഷേ അതിലല്ലല്ലോ ദൈവം പൂർണ്ണമായും വസിക്കുന്നത്. ഞാനും നിങ്ങളുമാകുന്ന ആലയങ്ങളിൽ തന്നെ